ഗുരുവായൂർ അമ്പലനടയിൽ പി ആർ വർക്ക് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരു ആവറേജ് സിനിമയെ നമുക്ക് സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ കഴിയുമെന്ന് ഒന്നുകൂടി അടിവരയിട്ടുറപ്പിക്കുകയാണ് പൃഥ്വിരാജ് എന്ന ബിസിനസ്മാൻ. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബ്രെയിൻ. മുൻപ് പൃഥ്വിരാജിന്റെ കമ്പനിയല്ല, ആവറേജ് പടമായ വർഷങ്ങൾക്ക് ശേഷം ഹിറ്റാക്കിയതുപോലെ. അത് പിന്നെ OTT ഇറങ്ങിയാൽ ഓൺ എയറാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. വ്യത്യസ്തമായ ഒരു പ്ലോട്ടിൽ കഥ തുടങ്ങി അത്യാവശ്യം ചിരിപ്പിച്ച് പിന്നെ അതിനെ ഉരുട്ടി ലാഗടുപ്പിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് കുത്തിക്കയറ്റി അവസാനം നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഫ്രെയിമിൽ എങ്ങനെയൊക്കെയോ അവസാനിക്കുകയാണ് ഗുരുവായൂർ. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ആർട്ടിഫിഷ്യൽ ആക്ടിങ്ങിൽ പടം അലമ്പാക്കിയിട്ടൊന്നുമില്ല. നന്നായിട്ടുണ്ട്. ബേസിലായിട്ടൊക്കെ തന്നെ. ഫാമിലി ഓഡിയൻസിന് നന്നായി ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ആവറേജ് മൂവി. തല അറിഞ്ഞ് ചിരിച്ചു, തല കുത്തി നിന്ന് ചിരിച്ചു. ഇതൊക്കെ PR വർക്കാണ്. ഒന്നോ രണ്ടോ കോമഡികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ കുത്തി കയറ്റി വെച്ച വാട്സപ്പ് ചെളികൾ പോലെയാണ്. യോഗി ബാബു ഒക്കെ തമിഴന്മാരെ പിടിക്കാൻ കൊണ്ടുവന്ന് കയറ്റിയതാണ്. യാതൊരു ആവശ്യമില്ലാത്ത ക്യാരക്ടർ. 10 പേര് നല്ലത് പറഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പൊതുവെ ചമ്മലാണ് നമുക്ക്. അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ ബിസിനസ് ഗ്രോസ്. 50 കോടി 5 ദിവസം കൊണ്ട് എന്നൊക്കെ വന്നിട്ടുണ്ട്. PR തള്ളൊന്നും ആരും സ്ക്രീനിൽ പ്രതീക്ഷിക്കേണ്ട. ജയ പോലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കോമഡി ഒന്നും തന്നെ ഇതിലില്ല. ആർട്ടിഫിഷ്യൽ പ്രൊമോഷൻ തള്ളുകളും ഇന്റർവ്യൂസും കഴിഞ്ഞ് 4 പെയ്ഡ് റിവ്യൂ കൂടി വായിച്ചിട്ട് കണ്ടു വരുമ്പോൾ കിട്ടുന്ന സുഖം വാവായിട്ടുണ്ട്. നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയാണ്. നമ്മളിത് കുടുംബ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളും പറയുക.